ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്നാണ്. ഒരു ആംസ്റ്റർഡാമിൽ നടന്ന 7th കോൺഫറൻസ് ഓഫ് അക്കൗണ്ടൻസ് 1957 ഈ ഒരു സ്കോപ്പ് സത്യം പറഞ്ഞ ഡിഫൈൻ ചെയ്തത്. ഒന്ന് പറയണത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെയാണ്. റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതാണ് ശരിക്കും മാക്സിമം ഡേറ്റ മാനേജ്മെന്റിന് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആൻഡ് അസർട്ടേണിംഗ് ദ കോസ്റ്റ് ആണ്. നമ്മൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബാക്ക് ബോൺ ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോള്, മാർജിനൽ കോസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകൾ, കോസ്റ്റ് കൺട്രോളിംഗ് ടെക്നിക്കുകൾ ഡിസിഷൻ മേക്കിങ്ങിന് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സ്ട്രീമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. പിന്നെ പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആണ്. നമുക്കറിയണം ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഈവൻസ്, അതിന് എത്ര ബഡ്ജറ്റ് ആവശ്യമാണ്. സോ വാട്ട് ആർ ദ പ്ലാൻസ്, പോളിസീസ്, ഗോൾസ് ഓഫ് ദ ഫ്യൂച്ചർ പീരീഡ് എന്നാൽ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് എത്രയാണ്. അതിന്റെ പേരിൽ ഒരു ബഡ്ജറ്ററി കൺട്രോൾ ഉണ്ടാക്കുക. ആക്ച്വലി ഇത്ര ഇൻകർ ചെയ്തു, ഇത്രയായിരുന്നു എക്സ്പെക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു ബഡ്ജറ്ററി കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരാം. ഇതും പറയുന്നതും കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. ഇനി പലതരത്തിലുള്ള കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് ഉണ്ട്. നമുക്കറിയാം ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഇത്രയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, ആക്ച്വൽ കോസ്റ്റ് ഇൻകർ ചെയ്യും. ഇത് തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ കൂടുതലാണോ കുറവാണോ, കുറവാണെങ്കിൽ എങ്ങനെ, കൂടുതലാണെങ്കിൽ എന്തുകൊണ്ട്, ഈ ഒരു അനാലിസിസ് ഒക്കെ നടത്താൻ, അനാലിസിസ് ഓഫ് വേരിയേഷൻസ്, എന്താ പറയാ, അതൊക്കെ നടത്തി കാര്യങ്ങൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ടെക്നിക്സ്, അതും വരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഫിനാൻഷ്യൽ ഡേറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ, നമുക്ക് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ട്രെൻഡ് റേഷ്യോസ് ഉണ്ട്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, അങ്ങനെ ഒരുപാട് ടൂളുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളും അനാലിസിസ് ഓഫ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ, ഒരു ബാലൻസ് ഷീറ്റ് മാത്രം കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അത് രണ്ട് സൈഡും ടാലിയാക്കി എങ്ങനെ ഉണ്ടാക്കാം എന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല. മറിച്ച് അതിൽ നിന്നുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് അനാലിസിസ് ചെയ്ത് ഇന്റർപ്രിട്ടേഷൻസ് നടത്താൻ പറ്റണം. അതിനാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ദ സ്കോപ്പ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇനി ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ നിങ്ങൾ ക്യൂട്ടിയിലോ മാനേജ്മെന്റ് സയൻസിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ലീനിയർ പ്രോഗ്രാമിംഗ്, ഗെയിം തിയറി, അങ്ങനെ ഒത്തിരി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. അത്തരം മെത്തേഡ്സും വരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ അണ്ടറിലാണ്. പിന്നെ ടാക്സ് അക്കൗണ്ടിങ്, നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ടാക്സ് സിസ്റ്റം വളരെ കോംപ്ലക്സ് ആണ്. ടാക്സ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാക്സബിൾ ഇൻകം, ടാക്സ് ലയബിലിറ്റി ഒക്കെ ഒരു ഫേമിന്റെ കറക്റ്റ് കണ്ടുപിടിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അത് മാനേജ്മെന്റ് സ്കോപ്പിലാണ് വരുന്നത്. പിന്നെ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ടുകളുടെ രൂപത്തിലേക്ക് പോകണം. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യലായാലും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഒക്കെ മാനേജ്മെന്റിൽ റിപ്പോർട്ടായിട്ട് പോയാൽ മാത്രമേ മാനേജ്മെന്റിന് പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ റിപ്പോർട്ടുകളുടെ ബേസിസിൽ. സോ ആ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു വരുന്നതും ഏതിൽ തന്നെയാണ് വരുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പിൽ തന്നെയാണ് വരുന്നത്. പിന്നെ പറയുന്നതാണ് ഓഫീസ് സർവീസസ് എന്ന് പറയുന്നത്. ഒരു റൂട്ടീൻ ഓഫീസ് പ്രൊസീജിയർ ഇങ്ങനെ നടക്കുക, ഡാറ്റ പ്രോസസ് ചെയ്യുക, ഫയലിംഗ് നടത്തുക, കോപ്പി ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റിംഗ് ഒഴിവാക്കുക, ഇൻവേർഡ് ഔട്ട്വേർഡ് മെയിൽസ്, അങ്ങനെ ഒരു ഓഫീസ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും വരുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ അണ്ടറിലാണ്. ഇന്റേണൽ ഓഡിറ്റിംഗ്, ഫൈനലായിട്ട് നമ്മളുടെ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എവറി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ വിത്ത് ദ പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ബൈ ദ പേഴ്സൺസ് വർക്കിംഗ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ല, ഉള്ളിലുള്ള ഓഡിറ്റേഴ്സ് തന്നെ ഈ ഒരു പെർഫോമൻസ്, ഇൻഡിവിജ്വൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് വൈസ് പെർഫോമൻസ് പ്രീഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റിംഗും മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ പരിധിയിൽ തന്നെ വരും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫോർകാസ്റ്റിംഗും ബഡ്ജറ്റിംഗും, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സും, ഫിനാൻഷ്യൽ ഡേറ്റയുടെ ഇന്റർപ്രിട്ടേഷനും, സ്റ്റാറ്റിസ്റ്റിക്കൽ കോസ്റ്റ് കൺട്രോൾ മെത്തേഡുകളും, ടാക്സ് അക്കൗണ്ടിങ്ങും, റിപ്പോർട്ടിങ്ങും, ഓഫീസ് സർവീസസും, ഇന്റേണൽ ഓഡിറ്റിങ്ങും,
അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഏതിന്റെ അണ്ടർലൈൻ, ഏതിന്റെ സ്കോപ്പിലാണ് വരുന്നത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പിൽ തന്നെയാണ് വരുന്നത്. ക്ലിയർ? സോ നെക്സ്റ്റ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മിയർ ഫിനാൻഷ്യൽ ഡേറ്റ എൻട്രി ആൻഡ് റെക്കോർഡിങ്ങിന് മാത്രമേ പറ്റുള്ളൂ. കോസ്റ്റ് അസേർട്ടേണിനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിൽ രണ്ടിലും ഉള്ള ഡേറ്റയും ടെക്നിക്കും യൂസ് ചെയ്ത് മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കാൻ പാകത്തിന് ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ രൂപത്തിൽ കൊടുക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് പറയണത് ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡേറ്റ ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണല്ലോ. കാരണം ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനുമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, ഇന്റർപ്രിട്ടേഷനും അനാലിസിസിനും പാകമാകുന്ന തരത്തിൽ മോഡിഫൈ ചെയ്യുക, ആവശ്യമുള്ള ഡേറ്റ ആവശ്യമുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുക. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ. ഇങ്ങനെ കളക്റ്റും മോഡിഫൈയും സപ്ലൈയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഇങ്ങനെ അവൈലബിൾ ആവുന്ന ഡാറ്റേനെ അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും കഴിഞ്ഞാൽ പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ് ആക്ച്വലി പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു ആളുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഒരു യൂണിറ്റിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇത്തരം പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേഷനിൽ നിന്നുള്ള ഭാഗമായിട്ടാണ് പെർഫോമൻസുകൾ വിലയിരുത്തപ്പെടുന്നത്. ഇങ്ങനെ വിലയിരുത്തപ്പെടുന്ന പെർഫോമൻസ് വെച്ചിട്ടാണ് ആക്ച്വലി എംപ്ലോയീസ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓർഗനൈസിങ്ങിനും കോർഡിനേറ്റിങ്ങിനും പോളിസി ഫോർമുലേഷന് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് തോന്നും വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ ആണല്ലോ, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് വെച്ചിട്ട് എങ്ങനെയാ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ. ബേസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ട് അനാലിസിസിനും ഇന്റർപ്രിട്ടേഷനും ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് സപ്ലൈ ചെയ്യുക, അതിനെ അനാലിസിസ് ചെയ്യാൻ ഇന്റർപ്രിറ്റ് ചെയ്യാനും സഹായിക്കുക, അതുവഴി പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡിസിഷൻ മേക്കിങ്ങും പോസിബിൾ ആക്കുക. അങ്ങനെ നടന്നതിന്റെ ബേസിസിലുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ആ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് വഴി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓർഗനൈസിങ് കോർഡിനേറ്റിംഗ് പോളിസി ഫോർമുലേഷൻ സാധ്യമാക്കുക, ആൻഡ് ഫൈനലി മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ റിപ്പോർട്ടിന്റെ രൂപത്തിൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ.